കൂട്ടുകാരെ ഇപ്പോൾ ദാണ്ട സമയം 12 മണി കഴിഞ്ഞു. ഞങ്ങൾ ദാണ്ട റെഡിയായിട്ട് ദാണ്ട ആടെ കുത്തിയോട്ടം കാണാനായിട്ട് പോകാൻ പോവുകയാണ്. ഞാനിന്ന് ഒരു 7-8 മണിയപ്പം ആറ്റുകാൽ പൊങ്കാലയല്ലായിരുന്നോ, അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇട്ട് ഒരു കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്നും വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു 7-8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. പുറത്തോട്ട് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലെത്തി. പക്ഷേ പൊന്നോ, ആൾ കാരണം വയ്യായിരുന്നു. പിന്നെ ഉള്ള ബസ് എല്ലാം റിസർവേഷൻ. ഞങ്ങൾക്ക് റിസർവേഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു സീറ്റ് പോലും ഇല്ല. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ട്രെയിൻ പോലും ഇല്ല, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവസാനം തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഓട്ടോയും പണക്കാരോട്ട് തിരിച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. അവസാനം ഒരു ഓട്ടോക്കാരൻ എന്തായാലും ഞങ്ങളെ കൊണ്ടുവന്ന് ഭയങ്കര തിരക്കിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എങ്ങനെയൊക്കെയോ ഇച്ചിരി പൈസയൊക്കെ അധികമൊക്കെ വാങ്ങിച്ച് 60 രൂപയുടെ ഒരു ഓട്ടത്തിന് ഒരു 300 രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടി വന്ന്. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ഏതാണ്ട് ഫ്രഷായിട്ട് നമ്മളിപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലായിരുന്നല്ലോ, 2 ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പക്ഷേ ഇപ്പം ഈ ചേച്ചി എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ തിരിച്ച് വന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു ലോഹ ഡ്രസ്സ് കണ്ട ഒരാൾക്കും കൂടെ കയറാം. എന്നാലും അതെടുത്തിട്ട് ഇപ്പം നമ്മൾ കുത്തിയോട്ടം കാണാൻ പോവുകയാണ് ഈ നട്ടപ്പാതിരയ്ക്ക്. അപ്പോൾ പോവാം കൂട്ടുകാരെ. അപ്പോൾ പോയിട്ട് കുത്തിയോട്ടം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും, സുഖമില്ലാതെ കിടക്കുന്നവർക്കും അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാവാനും അവരുടെ വേദനയില്ലാതെ എല്ലാം പെട്ടെന്ന് എല്ലാവരും വേദന എടുത്ത് കിടക്കുന്ന എല്ലാ രോഗികൾക്കും വേദനയൊന്നും ഇല്ലാതെയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി സുഖം പ്രാപിക്കാനും പിന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവരെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ അന്യനാട്ടിൽ ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം ഇനി.